കേരളം മിക്കവാറും എല്ലാ പഞ്ചായത്തിലും ഇതിൻ്റെ സിംറ്റംസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 530ഓളം കേസുകൾ കണ്ടെത്തിയതായിട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കാൻ സാധിച്ചത്. അപകട മേഖലയിലുള്ള ആൾക്കാരാരുമില്ല. ഇതിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ചേളാരിയിലുള്ളൊരു ഓഡിറ്റോറിയത്തിലൊരു കല്യാണം, അവിടുന്ന് ഈ സോഫ്റ്റ് ഡ്രിങ്ക് മറ്റേ ഈ വെൽക്കം ഡ്രിങ്ക് കുടിച്ച അതാണ് ഇതിന് കാരണമെന്ന് പറയുന്നുണ്ട് ആരോഗ്യ ഉദ്യോഗസ്ഥന്മാർ. അതിലുപയോഗിക്കുന്ന വെള്ളത്തിൽ നമ്മുടെ മീൻ ഐസാണ് ഉപയോഗിച്ചിരുന്നതെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വ്യാപനം ആരംഭിച്ചതോടെ തന്നെ ഉന്നതതല യോഗം ഞങ്ങൾ വിളിച്ചുകൂട്ടി. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെയും പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതികളൊക്കെ വിളിച്ച് വലിയ വിപുലമായ യോഗം വിളിച്ചുകൂട്ടി വ്യാപകമായിട്ട് മണ്ഡലത്തിലുടനീളം പ്രതിരോധ പ്രവർത്തനങ്ങളുടെ എന്നുള്ള നിലയ്ക്ക് ഒരു ക്യാമ്പയിൻ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിനുശേഷം മന്ത്രി തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ട് തിരുവനന്തപുരത്ത് വെച്ചുള്ള ഓൺലൈൻ മീറ്റിങ്ങിൽ ഞാനും മന്ത്രിയും സംബന്ധിച്ചുകൊണ്ട് ഒരു മീറ്റിംഗ് നടത്തി. മൊത്തത്തിൽ അതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം കൊടുത്തു. ബഹുമാനപ്പെട്ട ജില്ലാ ഭരണകൂടം തന്നെ ജില്ലാ കലക്ടർ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു 15 വയസ്സൊരു വിദ്യാർത്ഥിനി ഇപ്പോൾ മരണപ്പെട്ടത്. അതും ഈ മഞ്ഞപ്പിത്ത ബാധിച്ചുകൊണ്ടാണ് മരിച്ചു എന്നുള്ളതാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അടിയന്തരമായിട്ട് എല്ലാവരും അവിടെ ഓടിയെത്തി. ഇന്ന് തന്നെ വൈകുന്നേരം ഒരു മീറ്റിംഗ് കൂടി ഇവിടെ മണ്ഡലത്തിൽ വിളിച്ചു കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. വരാതിരിക്കാനുള്ള മാർഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബശ്രീ, അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ്, നമ്മുടെ ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. അപ്പോൾ ഇത് ഈ മഴക്കാല ശുചീകരണം, ഈ മോൺസൂൺ പ്രീ ഒരു ഏർപ്പാടുണ്ട് നമ്മൾ നടത്താറുണ്ട് ആക്ടിവിറ്റീസ്. അത് ഫലപ്രദമായി നടന്നിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇന്നലെ ജില്ലാ വികസന സമിതി യോഗത്തിലും ഇത് ഉന്നയിക്കേണ്ടായി. അപ്പോൾ അത് കാര്യമായിട്ട് നമ്മുടെ ആരോഗ്യ പ്രവർത്തകന്മാർ ഒന്ന് വിജിലൻ്റായിട്ട് ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ പ്രത്യേകം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ രോഗത്തിൻ്റെ സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ, ആശുപത്രിയിലൊക്കെ അത്യാവശ്യം സൗകര്യങ്ങൾ ഏർപ്പെടുത്താനും വേണ്ടി ഡോക്ടർമാരുടെ സേവനം എപ്പോഴും ലഭ്യമാക്കാനും വേണ്ടിയുള്ള ഏർപ്പാട്, അതുപോലെ തന്നെ ലാബുകൾ 2 നേരവും രാവിലെയും വൈകുന്നേരം പ്രവർത്തിക്കാനുള്ള ഏർപ്പാട്. തീരദേശ മേഖലയാണല്ലോ. ഒരു പരിശോധനയ്ക്ക് പുറത്ത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ചിലവ് വരും. അപ്പോൾ അത് വരാതിരിക്കാനും വേണ്ടി കണ്ട് ലാബുകളുടെ സൗകര്യം എല്ലാ സ്ഥലത്തും മെച്ചപ്പെടുത്താനും വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫലപ്രദമായിട്ടുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. മന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഇടപെടുന്നുണ്ട്. പരമാവധി ഇത് വ്യാപിക്കാതിരിക്കാനുള്ള ഈ രോഗത്തിൻ്റെ സിംറ്റം ബാധിച്ച ആൾക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടും ക്രമീകരണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു വിപുലമായ യോഗം യൂണിവേഴ്സിറ്റി സെമിനാർ ഹാളിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. DMOനോട് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കലക്ടർ അദ്ദേഹത്തിൻ്റെ പ്രതിനിധി അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. MLA താല്പര്യമെടുത്തിട്ടാണ് ഈ മീറ്റിംഗ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ മരണം കൂടി റിപ്പോർട്ട് ചെയ്ത സ്ഥിതിക്ക് വളരെ വേഗത്തിൽ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും HIമാരും അതുപോലെ തന്നെ JHIമാരും ഞാൻ നേരത്തെ പറഞ്ഞ ആശാ വർക്കർമാർ, തൊഴിലുറപ്പ്, ജനപ്രതിനിധികൾ എല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സന്ദർഭമാണത്. അപ്പോൾ എല്ലാവരും അക്കാര്യത്തിൽ വളരെ വിജിലൻ്റാണ്. അതിൽ യാതൊരു കുഴപ്പമില്ല. നല്ല നിലക്ക് തന്നെ ഇത് ഇനി കൂടുതൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രതിരോധ മാർഗങ്ങളും അതിൻ്റെ ക്യാമ്പയിനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അതുണ്ടായി, ഒരു ചെറിയ ഭക്ഷ്യവിഷബാധ ഉണ്ടായി. അപ്പോൾ അതും ഇന്നലെ ജില്ലാ വികസന സമിതി യോഗത്തിൽ വെച്ച് ചർച്ച ചെയ്തു. അപ്പോൾ അക്കാര്യത്തിൽ ഒരു വലിയ പരിശോധന, നമ്മുടെ ഈ വിദ്യാലയങ്ങൾ കൂടി സപ്ലൈ ചെയ്യുന്ന ഭക്ഷണ സാധനങ്ങൾ അതിൻ്റെ ഒരു ഗുണമേന്മ ഉറപ്പുവരുത്തണം. അതിനും വളരെ വലിയ തോതിലുള്ള മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. അങ്ങനെ അത് ഫലപ്രദമായി നടത്തിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള രോഗങ്ങളെ വരാതിരിക്കാൻ നമുക്ക് സാധിക്കും. വന്ന് ചികിത്സിക്കുക എന്നുള്ളതിനപ്പുറം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്.
അത് ഫലപ്രദമായി നിയോജക മണ്ഡലത്തിൽ ഉടനീളം നടത്തുന്നതിന് വേണ്ടി എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്.